Glory be to God's name. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. We extend our loving greetings to everyone. ഈ പ്രാരംഭ രാത്രിയിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ദൈവവചനവുമായി നിൽക്കുവാൻ വലിയവനായ ദൈവം അവസരം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Praise and thank God for in this introductory night we are able to stand before you with the open word of God. ഇന്നത്തെ വചന കേൾവി നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിന് നിദാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I pray that the hearing of God's word may be a blessing to our life today evening. നാം അറിയുന്നത് പോലെ നമ്മുടെ ക്യാമ്പ് തീം തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒടുവിലത്തെ 3-ാം അധ്യായത്തിൽ നിന്നാണ് നാം എടുത്തിരിക്കുന്നത്. We know that the camp theme has been selected from 2 Timothy, the end of chapter 3. എന്നാൽ തുടർന്നുള്ള പ്രസംഗകർ തീർച്ചയായിട്ടും ആ ഭാഗങ്ങളിൽ നിന്ന് നമ്മോട് സംസാരിക്കും, അതിൻ്റെ എക്സ്പോസിഷൻ നടത്തും. So the speakers who are going to follow me will be dwelling on these verses and they will be giving the exposition based on that subject. എന്നാൽ പ്രാരംഭ സന്ദേശം എന്നുള്ള നിലയിൽ ആ 3-ാം അധ്യായം തുടക്കത്തിൽ നിന്നുകൊണ്ട് ചില വസ്തുതകൾ 10 മുതൽ ഏതാണ്ട് 12 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഇന്ന് രാത്രികാലം സംസാരിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. Trusting in the Lord, I would like to dwell on verses 10 to 12, which is the beginning of the passage, and to speak to you some themes from that topic. നാം അറിയുന്നത് പോലെ അപ്പോസ്തലനായ പൗലോസ് ഏതാണ്ട് റോമർ മുതൽ എബ്രായർ വരെ 14 ലേഖനങ്ങളാണ് എഴുതിയിട്ടുള്ളത്. We know that Apostle Paul has written starting from Romans till Hebrews about 14 epistles. അതിൽ ഏറ്റവും ഒടുവിലായി എഴുതിയ ലേഖനമാണ് ഈ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം. So the last epistle he is supposed to have written is the 2 Timothy. AD 67 റോമിലെ 2-ാം കാരാഗ്രഹ വാസകാലത്താണ് ഈ ലേഖനം എഴുതുന്നത്. In AD 67, during his second the prison term, he is writing this. തൻ്റെ നിര്യാണകാലം അടുത്തു എന്നറിഞ്ഞ് പൗലോസ് തൻ്റെ ശിഷ്യനും യുവാവും മകനും എഫേസോസ് സഭയുടെ അധ്യക്ഷനുമായ തിമോത്തിയോസിനെ ഓർമ്മിച്ച് ഉണർത്തുന്ന മനോഹരമായ ഒരു ലേഖനമാണ് ഈ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം. Knowing that his time on earth is coming to an end, he is writing to his son and young believer and the elder in Ephesus. He is reminding them of godly truths and writing the second epistle of Timothy. തൻ്റെ അന്ത്യനിമിഷങ്ങൾ വന്നണഞ്ഞു എന്ന് കണ്ടുകൊണ്ട്, അല്ലയോ തിമോത്തിയോസേ, നീ ഏതവസരത്തിലും തിരുവചന സത്യങ്ങളെ മുറുകെ പിടിക്കണം എന്നാണ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. The Apostle Paul is reminding, knowing that his time is slowly coming to an end, he is reminding Timothy that all the time he should stay steadfast to the truths expounded in the scripture. ഏതാണ്ട് 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. When we read chapter 3 verse 1 to 9, it speaks of the events that is going to take place in the end times. അവിടെ അന്ത്യകാല സംഭവങ്ങൾ എത്ര സംഭവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ എത്ര എണ്ണം പറയുന്നുണ്ടെന്ന് അറിയാമോ? Do you know how many signs of the last days are mentioned in this passage? എല്ലാവരും ഈ അധ്യായമൊക്കെ വായിച്ചിട്ട് വന്നവരല്ലേ? And I am sure everybody has studied this chapter and come. ഏതാണ്ട് 18 ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. About 18 signs have been mentioned here. ഈ മനുഷ്യരെ കുറിച്ച് പഠനം നടത്തുന്ന കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റിനോട് നമ്മൾ പറയുകയാണ്, ഈ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് എഴുതാമോ എന്ന് ചോദിച്ചാൽ, we know that the cultural anthropologists who study about the human behavior, if we ask them, can you write about the human behaviors? ഈ അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ കാണാതെ അദ്ദേഹത്തോട് എഴുതാൻ പറഞ്ഞാൽ തീർച്ചയായും ഇത് തന്നെയായിരിക്കും anthropologist. So this anthropologist will also, not looking at this passage,
will say the same things written here about the end times. ഏതാണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഇവിടെ പൗലോസ് അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Standing nearly centuries back, Apostle Paul has recorded the events of the last days. ഇവിടെ അന്ത്യകാലത്തിന്റെ ഒരു ചിത്രം, ഒരു ഭയാനകമായ ചിത്രമാണ് ഇവിടെ അപ്പോസ്തലൻ വരച്ചു കാട്ടുന്നത്. The Apostle Paul is drawing to us a very dangerous times. ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ തീർച്ചയായും നമുക്ക് വളരെ വേദന തോന്നും, ദുഃഖം തോന്നും, നിരാശ തോന്നും. If we study these verses very carefully, we will be disappointed, we will be discouraged, and we will be pained. അത്രയ്ക്ക് ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇന്ന് ലോകം ഓടി അടുത്തുകൊണ്ടിരിക്കുന്നത്. The world is running to such perilous times. ഞാൻ വിശദീകരിക്കുന്നില്ല, അന്ത്യകാലം എവിടെ തുടങ്ങി എവിടെയാണ് എന്നുള്ള ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പറയാവുന്നതാണ്. I am not going to tell you about when the end time is starting and when it is going to end. You can ask me after my message. I will be happy to talk to you about അപ്പോൾ തിമോത്തിയോസിനോട് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, അല്ലയോ തിമോത്തിയോസേ, അന്ത്യകാല ലക്ഷണങ്ങൾ ഈ പറയുന്നതൊക്കെയാണ്. So Apostle Paul is telling to Timothy that the signs of the last days are these ones. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും ഇങ്ങനെ പറഞ്ഞു പോകുകയാണ് പൗലോസ്. Apostle Paul is saying that they will become lovers of their own selves, covetous, boasters, and the list goes on. എന്നാൽ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എന്താ പറയുന്നത്? ബട്ട് ഹൗവർ. In verse 10 we see a turning happening there, but it says but thou. എന്നാൽ തിമോത്തിയോസേ, ലോകത്തിന്റെ ചിത്രം ഇതാണ്, എന്നാൽ നീ എങ്ങനെയായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. Now he is telling Timothy, this is the picture of the world, but this is how you should behave. യു ഹൗവർ എന്നാണ് നമുക്ക് NIV-യിൽ വായിക്കുവാനായിട്ട് കഴിയുന്നത്. In the NIV translation we read that you, however, നാം ബൈബിളിൽ കുത്തും കോമയും എല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. In the Bible we have to pay serious careful attention to the full stops and commas. ഒരിക്കല് ഒരു ലേഡി ഒരു ജ്വല്ലറി ഷോപ്പിൽ പോയി. Once a lady went to a jewelry shop. അവിടെ ചെന്നപ്പോൾ നല്ലൊരു ബ്രേസ്ലെറ്റ് കണ്ടു. She saw a good bracelet there. അവൾക്കത് വാങ്ങിക്കണമെന്ന് തോന്നി. She had a desire to buy it. ഭർത്താവ് ഒരു ബിസിനസ് മീറ്റിംഗിലാണ്. Husband is in a business meeting. അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു. She sent him a message. ഞാൻ ഒരു പെർഫെക്റ്റ് ബ്രേസ്ലെറ്റ് കണ്ടു, എനിക്കത് വാങ്ങിക്കണം. $75,000 ഉള്ളൂ. And she said to him, the message him saying that I saw a perfect bracelet, I want to buy it. It only cost $75,000. എന്നാൽ അദ്ദേഹം അതിന് തിരിച്ചു മെസ്സേജ് ചെയ്തു. But he replied in this manner. അദ്ദേഹം ആഗ്രഹിച്ചത് ഇതാണ്, നോ പ്രൈസ് ഈസ് ടു ഹൈ. He wrote, he intended to write like this, no, the price is too high. വാങ്ങിക്കരുത്, വലിയ വിലയാണ്. No, don't buy it, it's very costly. അദ്ദേഹം തിരക്കിനിടയിൽ കോമ ഇടാൻ മറന്നുപോയി. In his hurry, he left out the comma. $75,000 അങ്ങ് പോയി. And 75,000 was purchased. ഇങ്ങനെ അനേക ഉദാഹരണങ്ങൾ ഈ നിലയിൽ കോമ മാറിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വരെ നമുക്കറിയാം. We know that because of a missing comma, so many things have gone awry. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, അല്ലയോ തിമോത്തിയോസേ, ലോകം ഇങ്ങനെയൊക്കെയാണ്, ബട്ട് വി ആർ ഡിഫറൻറ്റ്. നമ്മൾ വ്യത്യസ്തരാണ്. So Apostle Paul is telling Timothy, the world is behaving in this manner, but remember, we are not the same, we are different. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ എന്താ ചെയ്യേണ്ടത്? അവിടെ പറയുന്നതെന്ന് വായിച്ചു നോക്കി. 10 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. But now he says, what are the things you should do? Let's read verse 10 to 12 to understand Paul's emphasis. നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവ നീ മാതൃകയാക്കണം. But thou hast fully known my doctrine, manner of life, purpose, faith, long-suffering, charity and patience. ഏതാണ്ട് 8 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. He mentions 8 things there. ആ 8 കാര്യങ്ങൾ പോയിട്ട് 2-3 കാര്യം പറയാൻ പോലും ഉള്ള നേരം.
Leave alone 8, I don't even have time to expound on 2 or 3 things. ഭക്ഷണം എല്ലാം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ 10 മണി വരെയൊക്കെ ഇരിക്കാവുന്നതേ ഉള്ളൂ. Because we have had dinner, I think we can still stay back till 10 o'clock without any problems. ഇവിടെ 8 കാര്യങ്ങളാണ് പറയുന്നത്. Now he mentions 8 things here. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ നന്നായിട്ട് മനസ്സിലാവും. എന്താ എല്ലായിടും മൈ എന്ന് പറഞ്ഞാ പറയുന്നത്. നോക്കിയേ, എന്റെ ഉപദേശം, എന്റെ നടപ്പ്, എന്റെ ഉദ്ദേശ്യം, എന്റെ വിശ്വാസം, എന്റെ ദീർഘക്ഷമ, എന്റെ സ്നേഹം, എന്റെ സഹിഷ്ണുത, ഞാൻ നേരിട്ട ഉപദ്രവവും കഷ്ടാനുഭവങ്ങളും നീ മാതൃകയാക്കണം. In English we see the word possessive noun, possessive verb noun my used here. It says my doctrine, my manner of life, my purpose, my faith, my long suffering, my charity, my patience. You should take it as an example. പൗലോസ് എന്ത് കോൺഫിഡന്റ് ആയിട്ടാണെന്നറിയാമോ അത് പറയുന്നത്? Do you know what confidence Paul has when he says these things? തിമോത്തിയോസേ, നീ എന്നെ മാതൃകയാക്കണം. Oh Timothy, make me an example. നമുക്ക് ആർക്കെങ്കിലും പറയാനായിട്ട് കഴിയുമോ? Are we bold enough to say that? പറയുവാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, പ്രിയ അജോയ് എന്നോട് പറയുക, ആ രാജാനെ ഫോളോ ചെയ്തോ എന്ന് പറഞ്ഞാൽ തന്നെ അത് കേൾക്കുമ്പം തന്നെ ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല, വലിയ വിഷമം തോന്നും. If Ajay brother says to me, Rajancha, I will follow you, then I may not be comfortable hearing that because it's a hard task, hard to do that. എന്നാൽ വാസ്തവത്തിൽ അപ്പോസ്തലൻ പൗലോസ് എന്താ പറയുന്നത് നോക്കിയേ, 1 കൊരിന്ത്യർ 11:1 പൗലോസ് അർത്ഥമാക്കുന്ന ഇതാണ്. എന്താ അവിടെ പറയുന്നത്? ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിപ്പിൻ എന്നാണ് അവിടെ അപ്പോസ്തലൻ ഉദ്ദേശിച്ചത്. So what Apostle Paul really meant, we can see in 1 Corinthians chapter 11 verse 1 where he says, be followers of me, even as I also am of Christ. ഈ ലോകവും നമ്മളും തമ്മിലുള്ള ഒരു ഷാർപ്പ് കോൺട്രാസ്റ്റ് ആണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. Now Apostle Paul is showing a sharp contrast between us and the world. കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഇന്ന് ഉടുപ്പൊന്ന് മാറണമെന്നാണ് വിചാരിച്ച, വെള്ള ഇടണമെന്നാണ് വിചാരിച്ച, മറന്നുപോയി. നോക്കിയേ, നല്ല നീല പാൻറ്റും വെള്ള ഷർട്ടും അവിടുത്തെ ആ കോൺട്രാസ്റ്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. I wanted to wear a white shirt but couldn't do it. But if we have a white shirt and a blue trousers, we can see it very well contrasted. ചുരുക്കത്തിൽ ഇതാണ്, നാമും ലോകവും തമ്മിൽ entirely different ആണ്. Or in short, we can say that there is a world of difference between us and the world. അതുകൊണ്ട് ഒന്നാമതായിട്ട് നീ എൻ്റെ ഉപദേശത്തിന് അല്ലെങ്കിൽ ഉപദേശം അനുസരിച്ച് വേണം മുമ്പോട്ട്. So first thing is you have to follow my doctrines. പൗലോസിന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉപദേശം ഉണ്ടോ? Is there a separate doctrine of Paul? ഇല്ല. പിന്നെ പൗലോസിന് ഈ ഉപദേശമൊക്കെ എവിടെ നിന്നാ ലഭിച്ചത്? So where did Apostle Paul get all these doctrines? ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നുമാണ് ലഭിച്ചത്. He got it from God and God's word. ചുരുക്കത്തിൽ അപ്പോസ്തലൻ പൗലോസ് നമ്മോട് പറയുന്നത് ദൈവവചനം പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളതാണ്. So Apostle Paul is telling that first priority is to completely obey the word of God. എന്നാൽ ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് എങ്ങനെയാണ്? But how is the world behaving? നമ്മുടെ യങ്സ്റ്റേഴ്സ് എങ്ങനെയാണ് പറയുന്നത്? What do the youngsters say about it? നോക്കൂ, ഒരു കാര്യം പറയാം. Let me tell you one thing. ഞങ്ങളെ ആരും ഉപദേശിക്കാൻ വേണ്ട. Let no one come to advise us. ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ജീവിക്കുന്നത്. We know how to live in this world. ഞങ്ങൾക്കറിയാം എന്തൊക്കെയാ കഴിക്കേണ്ടതെന്ന്. We know what to eat. ഞങ്ങൾക്കറിയാം എന്തൊക്കെയാ തിന്നേണ്ടതെന്ന്. We know what is. ഞങ്ങൾക്കറിയാം എങ്ങനെയൊക്കെയാ വസ്ത്രം We ധരിക്കേണ്ടതെന്ന്. know how to dress. അതുകൊണ്ട് ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട. So please don't come forward to advise us. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം ഒരു വാക്യം വായിക്കുന്നുണ്ട്. അവിടെ 21:25 അവിടെ വാക്യം എന്താ അവിടെ വായിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ. Everyone did what was right in their own eyes. ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ് പ്രിയമുള്ളവരെ. That is how the world is living today. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവചനമാണ്. But the foundation of Christian life is God's word. ദൈവവചനമാണ് ഉപദേശം. അവിടെ നിന്നാണ് നാം മനസ്സിലാക്കുന്നത്.
God's word is the doctrine, and that is what we understand. ഇന്ന് ലോകത്തിൽ അനേക ദുരുപദേശ സംഘങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. We can see many camps and groups in this world that is spreading false doctrine. യേശുക്രിസ്തുവിന്റെ പേരിൽ ഏതാണ്ട് 45,000 ഡിനോമിനേഷൻസ് തന്നെയുണ്ട്. And it is said that there is 45,000, nearly 45,000 denominations in the name of Christ. അനേകർ ശരിയായ ഉപദേശങ്ങൾ മനസ്സിലാക്കാതെ, ശരിയായ ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കാതെ, ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുവാൻ കഴിയാതെ നിത്യമായ നാശത്തിലേക്ക്, നരകത്തിലേക്ക് ഒഴുകി വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Many people do not understand the truth or don't follow the right doctrines or the right way, but they are leading into eternal destruction. എന്നാൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസേ, we are different. നമ്മൾ വ്യത്യസ്തരാണ്. നാം എന്ത് ചെയ്യണം? നാം ദൈവവചനമനുസരിച്ച്, നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഉപദേശം അനുസരിച്ച് വേണം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുവാൻ. So Paul is telling Timothy, remember we are different, so we should keep each step, walk every step by following God's word. രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞ മൈ കോണ്ടക്ട്, എന്റെ നടപ്പ്. Second thing he emphasizes is my conduct. എന്റെ നടപ്പ് നീ അനുകരിക്കണം. You should follow my manner of life. പൗലോസും തിമോത്തിയോസും തമ്മിൽ ഒന്നിച്ച് നടന്നിട്ടുണ്ട്. Paul and Timothy have walked together. ഒന്നിച്ച് സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. They have camped together in gospel ministry. പൗലോസ് പറഞ്ഞു കാണും, അല്ലയോ തിമോത്തിയോസേ, നമ്മൾ തമ്മിൽ ഒന്നിച്ച് നടന്ന സമയങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കാണാം. Paul may ask Timothy, do you remember the times when we worked together? ആ നിലയിൽ നടപ്പെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെയാണ് കാണുന്നത്. So conduct shows our life. എന്നാൽ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നടപ്പ് എങ്ങനെയാണ്? But how is the walk of the world? നാം 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് പിന്നെയും വരാം. Let's return back to chapter 3. അവിടെ എന്താണ്? എങ്ങനെയെങ്കിലും അവിടെ നാം വായിക്കുന്നത് സ്വസ്നേഹികള്, അതുപോലെ ദ്രവ്യാഗ്രഹം, വമ്പു പറയുക എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക, അതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ മുഴുവൻ. അപ്പോൾ ആ നിലയിലാണ് ഇന്നത്തെ ലോകത്തിന്റെ പോക്ക്. So we saw in verse 2 that they are lovers of their own selves, they are covetous, boasters. That is what we see in social media all the time. That is the way of the world. എന്നാൽ we are different. നമ്മൾ വ്യത്യസ്തരാണ്. But we need to remember we are different. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? How should we live in this world? ദൈവവചനത്തിൽ നമ്മുടെ കർത്താവിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞു കിടപ്പുണ്ട്. In God's word, the footprints of the Lord is all there. ആ കാൽപ്പാടുകൾ നോക്കിയായിരിക്കണം നമ്മുടെ നടപ്പ്. We should watch those footsteps and follow in them. നാം ദൈവവചനം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ നടപ്പ് ഏതാണ്ട് 3.5 വർഷക്കാലം നമ്മുടെ കർത്താവിന്റെ നടപ്പ് നാം അനുകരിക്കേണ്ടതാണ്. And the 3.5 years the Lord lived in this world, we have to follow in his footsteps. കർത്താവിന്റെ ജീവിതയാത്രയിൽ വഴിത്താരയിൽ കണ്ട എല്ലാവർക്കും നമ്മുടെ കർത്താവ് ആശ്വാസം പകർന്നു. And whoever the Lord met in his journey in this world, he was giving them comfort. ഓരോരുത്തർക്കും എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് അവരോട് കർത്താവ് The Lord was dealing with each person, remembering, realizing what was their need. അതായിരിക്കണം നമ്മുടെയും ജീവിതം എന്ന് പറയുന്നത്. That should be our life as well. മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുണ്ടായി, ക്രിസ്ത്യാനികളായി ജീവിച്ചിരുന്നുവെങ്കിൽ സുവിശേഷം പറയേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല, എല്ലാവരും എന്നേ ക്രിസ്ത്യാനികളായി. Once Mahatma Gandhi said like this, if only Christians lived like Christians, there would be no need to tell the gospel. Everyone would turn to Christianity naturally. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇന്നാള് പ്രിയ അജോയ് പുള്ളിക്ക് ഏതാണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ അരച്ചു കലക്കി കുടിച്ചിരിക്കുക. We can say that some people they have really digested the word of God from Genesis to Revelation. അത് നല്ല കാര്യമാണ്. It's a good thing. എന്നാൽ നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയിരിക്കുന്നു? But how is the state of our life? എന്റെയും നിങ്ങളുടെയും ജീവിതം എങ്ങനെയിരിക്കും? How is the state of my life and your life? ദൈവവചനത്തിനനുസരിച്ചാണോ നമ്മുടെ ജീവിതം നാം നയിക്കുന്നത്? We have to think whether we are leading our life in the light of God's word. മൂന്നാമതായിട്ട് നമുക്ക് വരാം. ഒന്നാമത് പറഞ്ഞു എന്റെ ഉപദേശം, 2 എന്റെ നടപ്പ്, 3 എന്റെ ഉദ്ദേശ്യം, എന്റെ purpose, the aim in life. First we saw my
my doctrine, second we saw my conduct, third one is my purpose or my goals. എന്താണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? What is the aim of our life? നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? What is the ultimate purpose of our life? ഇതേ ചോദ്യം ഏതാണ്ട് 1967 ഒരു അമേരിക്കൻ റിസർച്ച് സെന്റർ ഒരു സെൻസസ് എടുത്തു. In 1967, one of the American research centers, they conducted a census. 18നും 25നും വയസ്സിനിടയിലുള്ളവരോടെയാണ് ചോദ്യം. The questions was posed to people in the age bracket of 18 to 25. ഇതേ ചോദ്യം ഈ റീസെന്റ് ആയിട്ടും ഈ 18, 25 വയസ്സിന് പ്രായമുള്ളവരോടും ചോദിക്കുകയുണ്ടായി. Very recently, the same question was asked to the age group of 18 to 25. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലൈഫ് ഗോൾ? നിന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? The question posed to them is, what is the most important goal in your life? ഏതാണ്ട് അത് 67 ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ടു ഫൈൻഡ് എ മീനിങ്ഫുൾ ലൈഫ്. In 67, 85% said that the purpose is to live a meaningful life. എന്നാൽ റീസെന്റ് ആയിട്ട് ചോദിച്ചപ്പോൾ യൗവനക്കാർ പറഞ്ഞത് ഏതാണ്ട് 81% പേരും പറഞ്ഞത് ടു ബിക്കെയിം റിച്ച്, ധനവാനായി തീരുക. In the recently when the same question was posed to the same age group, around 81% said, majority of them said that their goal is to become rich. 51% പേര് പറഞ്ഞത് ഫേമസ് ആകുക, പ്രശസ്തരാകുക. And 51% said that they want to become famous. പ്രിയമുള്ളവരെ, ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ ചിത്രം. This is the picture of world today. എങ്ങനെയെങ്കിലും ധനവാനാകുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. നമ്മുടെ ജീവിതത്തിന് അങ്ങനെ പ്രത്യേക ലക്ഷ്യങ്ങളുമൊന്നുമില്ല. We somehow become famous, eat, drink and be merry. Tomorrow we are going to die, so our life doesn't have any difference. വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ എന്നാൽ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. I have to explain in detail, but due to lack of time, I have to go forward. എന്നാൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? അല്ലയോ തിമോത്തിയോസേ, we are different. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? So Paul is telling Timothy, we are different, so what should be the aim of our life? നോക്കിയേ, 1 കൊരിന്ത്യർ 6:19 19-20. 1 Corinthians chapter 6, 19 and 20. ഒന്ന് വായിക്കാമോ? Let's read that verse. 6:19-20. Chapter 6, verse 19 and 20. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ശരീരം നിന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ. നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മെ ആര് വിലയ്ക്ക് വാങ്ങി? നമ്മുടെ കർത്താവ് വിലയ്ക്ക് വാങ്ങി. So our body or ourself, who has purchased it? It is our Lord has bought it. അതുകൊണ്ട് ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് നാം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. Therefore glorify God in your body. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. So the goal of our life is to glorify God. ദൈവം എന്ത് കൃപാവരമാണോ നമുക്ക് നൽകിയിരിക്കുന്നത്, ആ കൃപാവരം പൂർണ്ണമായും ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കണം. കാരണം നാം ലോകക്കാരെ പോലെ അല്ല. ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. So whatever spiritual gifts we have to use it for the glory of God. Why? Because we are not like the world, and God has purchased us out of the world. നമുക്ക് ധനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ ധനത്തിന്റെ കാര്യസ്ഥന്മാർ മാത്രമാണ് നാം. ആ ധനം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുക. If God has given us wealth, we are only the stewards. Let's glorify God with our wealth. ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള കൃപാവരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെങ്കിൽ നാം അതിന്റെ കാര്യസ്ഥന്മാർ മാത്രമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക. If God has given us talents to do ministry for His name, let's do that. We are only stewards. Let's glorify His name. പാടുവാനുള്ള കൃപാവരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെങ്കിൽ ആ ദൈവ മഹത്വത്തിന് വേണ്ടി മാത്രം പാടുക. If God has given us a gift to sing, well, let's do it just for the glory of God. We are different. നാലാമതായിട്ട്, my faith.
നോക്കി, നാലാമതായിട്ട് പൗലോസ് ഇവിടെ തിമോഥെയോസിനോട് പറയുകയാണ്, അല്ലയോ പൗലോസേ, നീ എൻ്റെ വിശ്വാസം എന്ത് ചെയ്യണം? അനുകരിക്കണം. നമ്മുടെ വിശ്വാസം എങ്ങനെയിരിക്കുന്നു? Fourthly, Apostle Paul says to Timothy, you should follow my faith. So what is the state of our faith? നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? What is the way in which we are leading our faith life? Is it good? നല്ലതാണോ? Is it good അതോ മോശമാണോ? or is it bad കുഴപ്പമില്ലയോ? or is it okay? എന്താ എല്ലാവരുടെ അഭിപ്രായം? What is your opinion? ഞാൻ പേടിപ്പിക്കുകയല്ല, ഒരു കാര്യം നിങ്ങളോട് പറയാം. I'm not trying to scare you, but let me tell you one thing. ഇവിടെ ജോണി പറഞ്ഞത് നമ്മുടെ വിശ്വാസം അളക്കുന്ന ഒരു മിഷനുമായിട്ടാണ് പുള്ളി വന്നതെന്ന്. Johnny Weir said that he has come here with an instrument that can measure our faith. നോക്കിയേ, നമ്മുടെ ടെമ്പറേച്ചർ അളക്കുന്നതിനും നമ്മുടെ ഹാർട്ട് ബീറ്റ് അളക്കുന്നതിനും അതുപോലെ തന്നെ എന്താ പ്രഷർ അളക്കുന്നതിനും ഷുഗർ നോക്കുന്നതിനും എല്ലാം ഡിവൈസസ് ഉണ്ട്. Today we have medical devices to measure each part of our body like pressure, temperature and other things. നമ്മുടെ വിശ്വാസം അളക്കുന്നതിന് ഒരു ഉപകരണം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. Oh, praise God, so far no instrument has been discovered to measure our faith. തീർച്ചയായും അങ്ങനെ ഒരു മിഷൻ കണ്ടുപിടിച്ചിരുന്നു എങ്കിൽ നമ്മുടെ വിശ്വാസം അളക്കാനാ പോകുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഈ ക്യാമ്പിൽ. So if there is a mission and is going to use to be measure our faith, I don't think any of us would be here in this camp. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയിരിക്കും? Dear believers, what is the state of our faith life? നമ്മുടെ വിശ്വാസം ജീവിതം ദുർബലമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ If we feel that our faith life is weak, നാം എന്താ ചെയ്യേണ്ടത്? what should be our attitude? ആ വിശ്വാസ ജീവിതത്തെ ബൂസ്റ്റപ്പ് ചെയ്യാൻ അല്പം ബൂസ്റ്റ് കഴിച്ചാൽ മതിയോ? Is it okay to just drink some boost to boost up our faith life? നാം തന്നെ നമ്മെ ഒന്ന് ഒരു ഇടിയോ ചവിട്ടോ കൊടുത്താൽ മതിയോ? Can we just beat ourselves up and try to motivate us? എന്താണ് നമ്മുടെ വിശ്വാസ ജീവിതം വർദ്ധിപ്പിക്കുവാൻ നാം ചെയ്യേണ്ടത്? What should we do to increase our life of faith? എന്താ ചെയ്യേണ്ടത്? What should we do? ദൈവത്തിൽ ആശ്രയിക്കണം. Trust in the Lord. ദൈവവചനം. നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? വിശ്വാസത്തിൽ നാം വന്നതെങ്ങനെയാണ്? How did we enter into faith? എങ്ങനെയാ വന്നേ? What is the way? ദൈവവചനത്താൽ. By word of God. അപ്പൊ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? So what should we do to increase our faith? തീർച്ചയായിട്ടും ദൈവവചനം നാം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം. So we should meditate and study the word of God. റോമർക്കെഴുതിയ ലേഖനം 10:17 സമയമില്ല വായിക്കേണ്ട. അവിടെ എന്താ വായിക്കുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. Romans 10:17 says that faith comes by hearing and hearing by the word of God. നമുക്ക് വിശ്വാസം ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു അധ്യായം വായിച്ചു നോക്കേ. So if we feel that we don't have enough faith, let me tell you, why don't you start reading one chapter? അല്പം വിശ്വാസം വർദ്ധിക്കും. Your faith will increase a little. അധ്യായമായ പിന്നെയും വർദ്ധിക്കും. 2 chapters will ഒരു increase a little. പുസ്തകമായാൽ അതിലധികമായി വർദ്ധിക്കും. An entire book will boost it further. അതുകൊണ്ട് വരുന്ന നാളുകളിൽ നമ്മുടെ വിശ്വാസ ജീവിതം നമ്മുടെ കർത്താവിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. So in the coming days, our faith life is founded based on God. എന്നാൽ ലോകം ആരില്ല വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? But where does the world put its trust? അവര് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് നാം ആദ്യം വായിച്ച ഭാഗം ധനത്തിലും പ്രശസ്തിയിലും പദവിയിലും അതുപോലെ ഫ്രണ്ട്സിലും ഗവൺമെന്റിലും ഇങ്ങനെയാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. We find that the world is placing its trust on wealth, fame, friends and government. എന്നാൽ പ്രിയമുള്ളവരെ, അതെല്ലാം മാറിപ്പോകും. But all that is temporary and it will fade away. മാറ്റമില്ലാത്തവൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. There is only one person who is unchanged. നമ്മുടെ It is the Lord. വിശ്വാസത്തിന്റെ നായനും പൂർത്തി വരുത്തുന്നവനുമായ നമ്മുടെ കർത്താവ് മാത്രമേ. He is the author and finisher of our faith, our Lord Jesus Christ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം തീർച്ചയായും നന്നായല്ല പോകുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത്? ഞാനും നിങ്ങളും കൂടുതലായി ദൈവവചനം പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും കർത്താവുമായി നിരന്തരം ബന്ധപ്പെടുന്നതിനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. So if we find that our faith life is not doing all right, then we should study and meditate
on God's word and grow in Him. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. ഞാൻ ഒരു 3-4 മിനിറ്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ 3 കാര്യങ്ങൾ ഒരുമിച്ചെടുക്കാം സമയലാഭത്തിന് വേണ്ടി. So next point, I am going to take 3 at once due to the saving time. അല്ലയോ തിമോത്തിയോസേ, നീ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ. എന്റെ ദീർഘക്ഷമ, എന്റെ സ്നേഹം, പിന്നെ എന്റെ സഹിഷ്ണുത എന്നിവ നീ മാതൃകയാക്കണം. So take example if in my long suffering, my charity, my patience. ഇന്ന് ലോകത്തിൽ കാണാത്ത 3 കാര്യങ്ങളായത്. These 3 things are missing in the world. നമ്മുടെ ദീർഘക്ഷമയും സ്നേഹവും നമ്മുടേതായ സഹിഷ്ണുതയൊക്കെ എങ്ങനെയിരിക്കുന്നു? How is the condition of our long suffering, love and patience? ലോകത്തിൽ ഇന്ന് ഇത് മാറി അസ്തമിച്ചുകൊണ്ടേയിരിക്കുക. This is slowly fading away in this world. അനേക കഥകൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാൻ കഴിയും. There are many stories that come to mind. എന്നാൽ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. But due to lack of time, I am not going there. ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് പറയാം, ബട്ട് വി ആർ ഡിഫറന്റ്. നമ്മൾ വ്യത്യസ്തരാണ്. But Paul is telling Timothy, remember, we are not the same, we are different. നാം എങ്ങനെയുള്ളവരായിരിക്കണം? ദീർഘക്ഷമയുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം, സഹിഷ്ണുതയുള്ളവരായിരിക്കണം. We should have long suffering, we should have charity, we should have patience. ഇത് 3നെയും വേദശാസ്ത്രപരമായി പഠിച്ചാൽ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്നാ പറയും. When we study these things in the light of God's word, we can call it as communicable attributes. എന്താ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാല്? Why do we call it as communicable attributes of God? ഈ 3 കാര്യങ്ങളും ധാരാളമായി ദൈവത്തിന് നമ്മിലേക്ക് പകരാൻ കഴിയും എന്നുള്ളതാണ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ. Communicable attribute means God can spread these things abundantly into our life. ദൈവത്തിന്റെ പല സവിശേഷതകളുണ്ട്, അത് ദൈവത്തിന് നമ്മിലേക്ക് പകരുവാനായിട്ട് കഴിയില്ല. Many of God's qualities cannot be imparted to us. എന്നാൽ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ദൈവം നമ്മിലേക്ക് ദീർഘക്ഷമയും സ്നേഹവും സഹിഷ്ണുതയും ഇതെല്ലാം തന്നെ ആത്മാവിന്റെ ഫലത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത്? So all these 3 things are mentioned in connection with the fruit of the Spirit. എങ്ങനെയാണ് നമ്മിലേക്ക് പകരാൻ കഴിയുന്നത്? How can we transfer it into our life? പരിശുദ്ധാത്മാവെന്ന ഏജൻസിയിലൂടെ, in the agency of Holy Spirit. നാം രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. When we are saved, a Holy Spirit enters into our life. എന്നാൽ അനുദിന ജീവിതത്തിൽ നാം പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? ആ ദീർഘക്ഷമയും സ്നേഹവും സഹിഷ്ണുതയെല്ലാം വർദ്ധിക്കും. But in our day-to-day life, when there is a filling of the Spirit, we can see an increase of the long suffering and charity and patience. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? We have often heard of communicable diseases. അങ്ങനെ വലിയൊരു ഡിസീസ് കഴിഞ്ഞ നാളിലുണ്ട്. എല്ലാരും മറന്നുപോയോ? ഓർമ്മയുണ്ടോ? Do you remember one of the greatest communicable diseases in the recent past, or have you forgotten? എന്താ അത്? What was it? കൊറോണ. It was corona. എത്ര സ്നേഹം ഉണ്ടെങ്കിലും എന്ത് ചെയ്ത് വീട്ടിൽ നിന്ന് മാറ്റിക്കിടത്തി എന്തെല്ലാം പരിപാടികളായിരുന്നു. And what separation we had because of that disease. എന്നാൽ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ഈ സ്നേഹം, സഹിഷ്ണുത ദൈവത്തിന് നമ്മിലേക്ക് പകരാൻ കഴിയുമെന്ന് മാത്രമല്ല, നമുക്കും ഈ സ്നേഹവും സഹിഷ്ണുതയും ദീർഘക്ഷമയും എല്ലാം മറ്റുള്ളവരിലേക്ക് പകരുവാൻ കഴിയും. But the wonderful fact about this is that not only God can transfer these 3 things into our life, at the same time we can communicate long suffering and love and patience into others' life. നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരോട് പകരാൻ കഴിയും. We can share it with the members of our family. നമ്മുടെ ഭാര്യമാരിലേക്ക് പകരാൻ കഴിയും. We can share it with our wives. നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരിലേക്ക് പകരാൻ കഴിയും. We can share it with our assembly members. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദീർഘക്ഷമ ഇല്ല എങ്കിൽ, നമുക്കില്ല ഇല്ല എങ്കിൽ നാം എന്ത് ചെയ്യണം? ധാരാളമായി തരുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവിങ്കൽ നാം ശരണപ്പെടും. So if we find that long suffering is in short supply in our life, we should seek it from God, who is able to give it liberally and abundantly. ഇനി ഒടുവിലത്തെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Let me conclude by saying the last. അതിലെ 11ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇതാണ്: അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും നീ കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഇവിടെ
അപ്പോസ്തലനായ പൗലോസിന്റെ കഷ്ടതകളെ കുറിച്ചും സഫറിങ്സിനെ കുറിച്ചുമാണ് പറയുന്നത്. 11. In verse 11, it speaks about the persecutions, afflictions, and sufferings of Apostle Paul. പത്രോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, അല്ലയോ തിമോത്തിയോസേ, ഞാൻ അനുഭവിച്ച കഷ്ടതകളും ഉപദ്രവങ്ങളൊക്കെ നിനക്ക് നന്നായിട്ടറിയാം. ഞാൻ അതൊന്നും വിശദീകരിക്കണ്ട. ഒരുപക്ഷെ നീയും ആ നിലയിൽ കടന്നുപോയെന്നിരിക്കാം. So Apostle Paul is telling Timothy, you very well know about the persecutions and afflictions in my life. I don't have to tell you. You may also be faced with this in the future. എന്നാൽ അത് ക്ഷമയോടെ സഹിക്കുവാൻ തക്കോണം കർത്താവ് നിന്നെ സഹായിക്കും. But God will help you so that you will be able to bear it patiently. ഇവിടെ ആ കഷ്ടതകളൊക്കെ ക്ഷമയോടെ സഹിപ്പാൻ അപ്പോസ്തലനായ പൗലോസിനെ ബലപ്പെടുത്തിയ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ നമുക്കതിനെയൊക്കെ തരണം ചെയ്യുവാൻ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് 2 കാര്യങ്ങൾ So പറയുന്നു. Apostle Paul is telling us 2 things when persecutions, afflictions, diseases and problems and challenges come into our life. We can use these 2 things to find our way out of this. ഒന്നാമത്, എല്ലാ കഷ്ടങ്ങളിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. Firstly, the Lord has delivered me out of all my troubles. ചില നാളുകളൊക്കെ ഞാൻ എവിടെ കിടന്നു? ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നു. For some time it is true that I was in prison. മറ്റു കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. I also went through other troubles. എന്നാൽ കർത്താവ് എന്നെ അതിൽ നിന്നെല്ലാം വിടുവിച്ചു. But the Lord has delivered me out of all those troubles. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. So remember the things that I'm going to tell you now. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ അതൊരിക്കലും നാം പാഴാക്കരുത്. So when troubles come into our life, let us not waste it. കഷ്ടങ്ങൾ വരുമ്പോൾ, നിരാശകൾ വരുമ്പോൾ, തോൽവികൾ വരുമ്പോൾ നാം എന്ത് ചെയ്യരുത്? അത് പാഴാക്കരുത്. When sufferings, discouragements, failures come into our life, let us not waste those things. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? What does it mean? ആ കഷ്ടങ്ങളിലും നിരാശകളിലും രോഗങ്ങളിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകും. In those troubles, difficulties and diseases, we should be able to glorify God through that. അതാണ് പൗലോസ് ചെയ്തത്. That is what Paul did. കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അനേകരെ രക്ഷയിലേക്ക് നടത്തി. When he was in prison, he was able to lead many to Christ. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. The jailer and his family were saved. തന്റെ കഷ്ടങ്ങളൊന്നും താൻ പാഴാക്കിയില്ല. He did not waste any of his troubles. അതിൽ നിന്നെല്ലാം വലിയവനായ ദൈവം അവന് ജയം നൽകി. In all those things, the great God gave him victory. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് എന്താ? തുടർന്ന് 12ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും. 12 says that, yeah, and all that will live godly in Christ Jesus shall suffer persecution. എപ്പോഴും പൗലോസ് എന്താ ചെയ്തിരുന്നത്? കഷ്ടങ്ങൾ വരും എന്നുള്ളത് പൗലോസ് എപ്പോഴും എക്സ്പെക്ട് ചെയ്തു. So Paul was always expecting that troubles are going to come. ഇന്ന് നാം ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളും ഇന്ന് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായ നിലപാടുകളാണ് കൈക്കൊള്ളുന്നത്. So when we look into this world, we can see almost every country is taking a stand that is against Christianity. ഏത് നിമിഷവും നാം ആ നിലയിൽ കടന്നു പോയെന്നിരിക്കും. Any time in the future we may be led into that situation. കഷ്ടതകൾ നാം എക്സ്പെക്ട് ചെയ്താൽ തീർച്ചയായും നാം നിരാശപ്പെടേണ്ടി വരും. If we start expecting troubles, then we will not be ഞാൻ എന്റെ വാക്കുകൾക്ക് discouraged. വിരാമം കുറിക്കുന്നു. I'm concluding my words here. അപ്പോസ്തലനായ പൗലോസ് ആദ്യ തിമോത്തിയോസിന് ലോകത്തിന്റെ ചിത്രം വരച്ചു കാട്ടി. First, Apostle Paul drew a picture of the world and presented it to Timothy. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, അല്ലയോ തിമോത്തിയോസേ, we are different. നമ്മൾ വ്യത്യസ്തരാണ്. Following that, Apostle Paul told Timothy, but we are different. നാം ലോകത്തിൽ നിന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവരപ്പെട്ടവരാണ്. We are people who have been drawn out of this world. അതുകൊണ്ട് നാം ഫോളോ ചെയ്യേണ്ടത് ക്രിസ്തുവിന്റെ ഉപദേശവും അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ കർത്താവിന്റെ നടപ്പും കർത്താവിന്റെ Conduct. എല്ലാരും മറന്നുപോയോ? So we have to follow the കർത്താവിലുള്ള walk, വിശ്വാസവും the faith. അതുപോലെ ആ പറഞ്ഞ 8 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. So I have told you 8 things in these verses. നമ്മുടെ വരുന്ന നാളുകളിൽ എപ്പോഴും പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പാപമാലിന്യങ്ങളിൽ നാം വീണുപോകുമെന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നാം ഓർക്കണം, ആ ശബ്ദം നമ്മുടെ ഹൃത്തടത്തിൽ മുഴങ്ങണം.
എന്താ പൗലോസ് പറഞ്ഞത്? നീയോ തിമോത്തിയോസേ, we are different. So when you're going to face temptation, when you're going to be led into the corruptions and of this world, you have to remember the words that Paul told Timothy, "Oh Timothy, you are different." ഞാൻ ലോകത്തിന്റെ പിന്നാലെ പോകേണ്ടവനല്ല. I am not a person who is going to follow ലോകത്തിന്റെ the world. ആഡംബരത്തിന്റെ പിന്നാലെയും ധനമോഹത്തിന്റെ പിന്നാലെയും അതുപോലെ തന്നെയുള്ള ആ ലോക ഇമ്പങ്ങളിലേക്കും പോകേണ്ടവനല്ല ഞാൻ. I am not a person who should follow the luxury or the wealth and the attractions of this world. ക്രിസ്തുവിന്റെ ഉപദേശം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഈ ഒരു ചെറിയ ആയുസ് ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. So following the example of the Lord, and for the short time that He has given to us to glorify Him, that's why He has brought us into this world. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കും. May God help us with this verse.